أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. അപ്പോൾ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം, 2 സുന്നത്ത് നിസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ മുഅക്കദായ സുന്നത്ത് നിസ്കാരവും മുഅക്കദല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. മുഅക്കദായ സുന്നത്ത് നിസ്കാരമാകുമ്പോൾ ഇസ്തിഫ്താഹിൻ്റെ ദുആ വേണ്ട, അത്തഹിയാത്തിൽ സ്വലാത്ത് ചെല്ലണ്ട, ഒന്നും വേണ്ട. ഒന്നാമത്തെ തഹിയാത്തിൽ മുഅക്കദല്ലെങ്കിൽ പിന്നെ അത് വേറെ 2 റക്അത്ത് നിസ്കരിക്കും പോലെയാണ്. അത്തഹിയാത്ത് വേണം, സലാം വീട്ടണ്ട, നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം. 3-ാമത്തെ റക്അത്തിൽ ഇസ്തിഫ്താഹിൻ്റെ ദുആയൊക്കെ വേണം മുഅക്കദല്ലാത്തതാകുമ്പോൾ. അതൊക്കെ പറഞ്ഞു. ഇനി പള്ളിൻ്റെ തഹിയ്യത്താണ് നമുക്ക് വിഷയം. തഹിയ്യത്തുൽ മസ്ജിദി വ സലാത്തുൽ ളുഹാ വ ഇഹ്യാഉൽ ലയാലി. രാത്രികളെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാത്രികളെ മുഴുവൻ ഇബാദത്ത് എടുക്കുക എന്നുള്ളത്. സുന്ന തഹിയ്യത്തുൽ മസ്ജിദി ബിറക്അത്തൈനി ഖബലൽ ജുലൂസ്. ഇരിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്, അല്ലേ? വദാഉൽ ഫർളി യനൂബു അൻഹാ വ കുല്ലു സ്വലാത്തിൻ അദ്ദാഹാ ഇൻദ ദുഖൂലി ബിലാ നിയ്യത്തി തഹിയ്യത്തി. തഹിയ്യത്തിന് നിയ്യത്തൊന്നും വെക്കാതെ തന്നെ, തഹിയ്യത്ത് നിസ്കരിക്കാതെ തന്നെ തഹിയ്യത്ത് കിട്ടുന്ന നിസ്കാരമാണ് ഫർദ് നിസ്കാരം. പള്ളിയിൽ കയറിയതിനു ശേഷം ഫർദ് നിസ്കരിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിർവഹിച്ചു, എന്നാലും തഹിയ്യത്ത് കിട്ടും. അദാ ഉൽ ഫർദി, ഫർദ് നിർവഹണം യനൂബ് അൻഹാ, അതിന് പകരമാകും. ഫർദ് എന്ന് മാത്രമല്ല, വക്കുല്ലു സ്വലാത്തിൻ അദ്ദാഹ ഇന്ദ ദുഖൂലി, പള്ളിയിൽ പ്രവേശിച്ച സമയത്ത് നിർവഹിച്ച ഏത് നിസ്കാരവും പകരമാകും. ബിലാ നിയ്യത്തി തഹിയ്യത്തി, തഹിയ്യത്തിൻ്റെ നിയ്യത്തില്ലാതെ. കാരണം തഅലീം, പള്ളിയോടുള്ള ബഹുമാനം ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ആ നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം. അതിപ്പോൾ ഏത് നിസ്കരിച്ചാലും മതിയല്ലോ. പക്ഷേ ഷാഫി മദ്ഹബിൽ ഇരുന്നാൽ തഹിയ്യത്ത് നഷ്ടപ്പെടുന്ന, ഹനഫി മദ്ഹബിൽ ഇരുന്നാൽ നഷ്ടപ്പെടൂല എന്നാ. പള്ളിയിൽ കയറുമ്പം പറയേണ്ടത് എന്താ? അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണം എന്ന് പറയണം. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അല്ലാഹുവേ നിന്റെ ഔദാര്യം തരണേ എന്ന് പറയണം. ഇതൊക്കെ സുന്നത്താ. അല്ലാഹുമ്മ അഫ്തഹ്നി അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറന്നുണ്ട. പള്ളിന്റെ വാതിലും തുറന്നാണ് കയറിയല്ലേ നമ്മള്. അപ്പൊ പടച്ചവനോട് ചോദിക്കുക, റഹ്മത്തിന്റെ വാതിൽ കൊണ്ട. പള്ളി റഹ്മത്തിന്റെ പള്ളിയാണ്, പള്ളിയിൽ റഹ്മത്തുണ്ടാവും. പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണ എന്തിനാ? റിസ്ക്കും അള്ളാന്റെ ഐശ്വര്യവും തേടാനാണ്. അപ്പൊ പിന്നെ നമ്മളിപ്പോ പടച്ചവനെ എൻ്റെ ഔദാര്യം തരണേ എന്ന് പറയാം. ഇനി വുളൂവിന്റെ 2 റക്അത്തിനെ കുറിച്ച്, മനുദിബറക്കാത്താനി ബഅദൽ വുളൂഇ ഖബ്ല ജഫാഫിഹി, വുളൂവിന് ശേഷം വെള്ളം വറ്റുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ജഫ എന്ന് പറഞ്ഞാൽ വറ്റീന. വുളൂവിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നതിന് പറയാം. സ്വർഗം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗമാണ് പ്രതിഫലം. ഹൃദയം നിറഞ്ഞ നിസ്കാരമാകുന്നുണ്ട്, അപ്പോഴേ സ്വർഗം കിട്ടുള്ളൂ. യുഖ്ബിലു അലൈഹാ ബി ഖൽബിഹി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഹൃദയം കൊണ്ട് മുന്നിട്ട നിസ്കാരം കുറച്ച് പ്രയാസം തന്നെ. എത്രയാണ്? വഅർബഉൻ, ദുഹാ നിസ്കാരം സുന്നത്താണ്. ഫസായിദൻ, 4 റക്അത്തോ അതിൽ കൂടുതലോ ദുഹാൻ്റെ സമയത്ത് 4 റക്അത്ത് സുന്നത്തുണ്ട്. 4 എന്നാണ് പ്രബലം. നമ്മളെ മദ്ഹബിൽ 8 എന്നാണ്, ഏറിപ്പോയ 12. സ്വലാത്തിൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്ത് സുന്നത്ത് ഹദീസിലൊക്കെ ഒരുപാട് വന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിനോട് ഖൈറിനെ ചോദിച്ചുകൊണ്ട് തുടങ്ങുക. ഞാനിപ്പോൾ വേണോ വേണ്ടേ? ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കും പോലെ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നാണ് ഹദീസ്. ഏത്? ഇസ്തിഖാറത്തിൻ്റെ ദുആ. അല്ലാഹുവേ നിൻ്റെ അറിവും നിൻ്റെ ഖുദ്റത്തും മുൻനിർത്തിക്കൊണ്ട് ഞാൻ മുന്നിടാൻ പോകുന്ന വിഷയത്തിൽ, ഞാൻ പ്രവേശിക്കാൻ പോകുന്ന വിഷയത്തിൽ ഞാൻ നിന്നോട് ഖൈറിനെ ചോദിക്കുന്നു. നിൻ്റെ മഹത്തായ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീയാണ് കഴിവുള്ളവൻ. വലാ ഖദ്റു, എനിക്ക് കഴിവില്ല. അതൊക്കെയാണത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, നിന്നെ ഇൽമു കൊണ്ട് നിൻ്റെ അറിവ് മുൻനിർത്തി ഞാൻ നിന്നോട് ഖൈറിനെ ചോദിക്കുന്നു. അസ്തഖ്ദിറുക ബി ഖുദ്റതിക, നിൻ്റെ കഴിവുകൾ മുൻനിർത്തി ഞാൻ നിന്നോട് ഖുദ്റത്തിനെ ചോദിക്കുന്നു.
വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അദീം, നിൻ്റെ മഹത്തായ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, കാരണം നീ മാത്രമാണ് കഴിവുള്ളവൻ, ഞാൻ ഒരിക്കലും കഴിവുള്ളവനല്ല. വതഅലമു വലാ അഅലം, നിനക്കറിയാം എനിക്കൊന്നും അറിയില്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം അറിഞ്ഞതും അറിയുന്നവനാണു നീ. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനിഹി വമആശി വആഖിബതി അംരി, ഞാൻ ഈ പ്രവേശിക്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം എൻ്റെ ദീനിലും ജീവിതത്തിലും എൻ്റെ അവസാനത്തിലും എൻ്റെ കാര്യങ്ങളിലും ഇപ്പോഴും പിന്നെയുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖൈറാണെങ്കിൽ ഫഖ്ദുറുഹു ലീ, നീ എനിക്കത് കണക്കാക്കി തരണം. ഫഖ്ദുറുഹു ലീ വയസ്സിറുഹു ലീ, എനിക്കത് എളുപ്പമാക്കി തരണം. സുമ്മ ബാരിക് ലീ ഫീ, പിന്നെ എനിക്കതിൽ നീ നല്ല ബറക്കത്തും ഖൈറും നൽകണം. വഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ, ഈ കാര്യം എൻ്റെ ദീനിനും ജീവിതത്തിലും എൻ്റെ അന്തിമ കാര്യങ്ങൾക്കും മോശമാണെങ്കിൽ ഫസ്രിഫുഹു അന്നീ, അത് നീ എന്നെ തൊട്ട് ഒഴിവാക്കി തരണം. വസ്രിഫ്നി അൻഹു, എന്നെ അതിനെ തൊട്ടും ഒഴിവാക്കണം. ആ കാര്യം എന്നെ തൊട്ട് നീ ഒഴിവാക്കണം, എന്നെ ആ കാര്യത്തെ തൊട്ട് എന്നെയും ഒഴിവാക്കി തരണം. വഖ്ദുർലി അൽ ഖൈറ ഹൈസു കാൻ, ഖൈർ എവിടെയാണോ അവിടെ നീ എനിക്ക് ഖൈർ കണക്കാക്കി തരണം. സുമ്മ റദ്ദിനി ബിഹി, എന്നിട്ട് നീ എന്നെ ആ വിഷയത്തെ എന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണം എന്ന് ദ്വാരുന്നിട്ട് പടച്ചോനോട് പറയാം, പടച്ചോനെ ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ മനസ്സിക്ക് വരുന്നത് അനുസരിച്ച് ചെയ്യാം. വസലാത്തുൽ ഹാജ, ഹാജത്ത് നിസ്കാരം സുന്നത്താണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. മനുഷ്യന്മാരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ, നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ആരോടൊക്കെ എന്തോ ഒരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ പടച്ചോനോട് കാര്യം പറയാനുണ്ട്. അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് ഒതുണ്ടാക്കി നന്നായി 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് പടച്ചോനെ നല്ലോണം പോയിത്തിട്ട് റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദിക്റൊക്കെ ചൊല്ലിയിട്ട് പടച്ചോനോട് പറയാം, പടച്ചോനെ എൻ്റെ ആവശ്യം പൂർത്തീകരിച്ചിരണേ എന്ന് പറയാം. റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ സുന്നത്താണ്. മുത്തുനബി അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിൻ്റെ സുന്നത്തൊക്കെ തന്നെയാണ് നമ്മുടെ സുന്നത്ത് പറഞ്ഞത്. വഹിയാവുലൈലത്തിൽ ഇനി 2 ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളിൻ്റെയും രാത്രികളിലും ഇബാദത്ത് കൊണ്ട് ഉറങ്ങാതെ സജീവമാക്കൽ സുന്നത്താണ്. പെരുന്നാളും രാത്രി ആരെങ്കിലും ഇബാദത്ത് കൊണ്ട് ജീവിപ്പിച്ചാൽ എല്ലാ മനസ്സുകളും മരവിച്ചു പോകുന്ന ദിവസം അല്ലാഹു അവൻ്റെ ഹൃദയത്തെ ജീവിപ്പിക്കും. അപ്പോൾ ഇസ്തിഗ്ഫാറൊക്കെ വർദ്ധിപ്പിക്കണം. എല്ലാ രാത്രികളിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. ഇസ്തിഗ്ഫാറിൻ്റെ നേതാവുണ്ടല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി, ആ ദുആക്ക് നല്ലതാണ്. വലയാലി അശ്രി ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തെ രാത്രികളും ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ സുന്നത്താണ്. വല്ലൈലി വലയാലിൻ നശർ, 10 രാത്രികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. അടുത്തത് ഷഅബാൻ്റെ പകുതിയുടെ രാത്രി, 15ൻ്റെ രാത്രിയും അങ്ങനെ തന്നെ ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്ലുൻ ഫി സ്വലാത്തിൻ നഫ്ലി ജാലിസൻ വഫി സ്വലാത്തി അല ദാബത്തി വസ്വലാത്തിൽ മാഷി. പിന്നെ വയുക്റഹുൽ ഇജ്തിമാഉ അലാ ഇഹ്യാഇ ലൈലത്തി മിൻഹാ, ഈ രാത്രികളിൽ ഹയാത്താക്കുന്നതിന് ആളുകൾ ഒരുമിച്ച് കൂടൽ കറാഹത്താണ്. പള്ളികളിൽ ഒരുമിച്ച് കൂടൽ കറാഹത്താണ്. നബി തങ്ങളും സഹാബത്തും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്, അങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന്. അതാണ് വിഷയം. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اجعلنا من عبادك الصالحين واجعلنا من عبادك المتقين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.